program. പ്രിയപ്പെട്ടവരെ, നമസ്തേ. വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ കേരളത്തിൽ സജ്ജമാക്കുമെന്നുള്ള 2024-25 കേരള ബജറ്റ് പ്രഖ്യാപനം വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ പലായനം നിയന്ത്രിക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ശുദ്ധിയാക്കുക എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ കണക്കിൻ പ്രകാരം 2022 13 ലക്ഷത്തിലധികം കുട്ടികളാണ് 79 രാജ്യങ്ങളിലായി ഉപരിപഠനം തേടിയത്. 2022 മാത്രം ഏകദേശം 7.5 ലക്ഷം കുട്ടികൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. കൂടുതൽ കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ വിദേശ രാജ്യത്തിലേക്ക് ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തന്നെ നോക്കുക. രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് കലുഷിതമാണ് ഈ മേഖല. അധ്യാപകനെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് കയ്യേറ്റം ചെയ്യുക, അയാളുടെ കൈപ്പത്തി അറുത്ത് കളയുക, അയാളെ കത്തി കൊണ്ട് കുത്തി മലർത്തുക, പ്രിൻസിപ്പലിനെ അധിക്ഷേപിക്കുക, അയാളെ ബലാത്കാരം അവിടെ നിന്ന് മാറ്റുക തുടങ്ങി എന്തെല്ലാം കുൽസിത പ്രവർത്തനങ്ങളാണ് നമ്മുടെ കോളേജുകളിൽ നടമാടുന്നത്. ഇതിൻ്റെ പിന്നിൽ പലരും ഉണ്ടാവാം, അല്ലേ? മത തീവ്രവാദി സംഘടനകൾ ഉണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാവാം. എന്തായാലും ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെയുള്ള ഒരു നടപടിയും വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒരു വിദേശത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. ഞാൻ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അവിടെയും ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇലക്ഷൻ നടക്കുന്ന ദിവസം ഇലക്ഷൻ നടക്കുമെന്നല്ലാതെ ആജീവനാന്ത കാലം അവിടെ മുഴുവനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊരു ഏർപ്പാടില്ല. പിന്നെ ആനുവൽ ഡേക്ക് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും, ചിലപ്പോൾ ഒരു സെമിനാർ ഉണ്ടാവും. അതല്ലാതെ അവിടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പിന്നെ കൊടിതോരണങ്ങൾ കെട്ടിവെക്കുകയോ അവിടെയൊക്കെ മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കുകയോ അങ്ങനെയുള്ള ഒരു ഏർപ്പാടുമില്ല. എന്തൊരു വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ്, അന്തരീക്ഷമാണ് അവിടെ ഉള്ളതെന്നറിയാമോ? ഇവിടെ ഇങ്ങനെയൊക്കെ നടമാടുമ്പോൾ നമ്മുടെ സർവകലാശാലകൾ സർവകലാപശാലകളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കണ്ടാൽ സാമാന്യ ബുദ്ധിയുള്ളവർ വിദേശത്തേക്ക് പോകും. അതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? 2, വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ അക്കാദമിക് ഗുണനിലവാരത്തിൽ വളരെ മുൻപിലാണ്. നല്ല ഒന്നാന്തരം അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത്, മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച റിസർച്ച് സൗകര്യങ്ങൾ. ഇതിനൊന്നും പകരം വയ്ക്കാൻ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ഹാർവർഡ് യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, ഷിക്കാഗോ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർവകലാശാലകൾ 100 കണക്കിന് നൊബേൽ ജേതാക്കളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പം വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഉള്ള അക്കാദമിക് സൗകര്യങ്ങൾ അനിതര സാധാരണമാണ്. അത് കൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്നു. അതല്ലേ ശരി? അതിൽ നമുക്ക് അവരെ കുറ്റം പറയാനാവില്ല. പിന്നെ 3, യാതൊരു തത്വദീക്ഷയുമില്ലാത്ത വളർച്ചയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ നാം കാണുന്നത്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗുണമേന്മ തീരെയില്ല. സംസ്ഥാന സർക്കാരുകൾ ആവശ്യത്തിന് പണമില്ലാതെ ജനുകുന്നു. 2006 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രൈവറ്റ് കോളേജുകൾ വർദ്ധിച്ചു, പക്ഷേ ഗുണമേന്മ താഴ്ന്നുപോയി. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനോ ഇവരെ നിയന്ത്രിക്കാനുള്ള കെൽപ്പുണ്ടായില്ല. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം
വെറും പരീക്ഷ നടത്തുന്ന കേവലം സ്ഥാപനങ്ങളായി മാറി. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനപരമായ ഒരു തെറ്റാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി 4, വിദ്യാസമ്പന്നരുടെ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയാണ്. 2012 ബിരുദധാരികളുടെ ഗ്രാജുവേറ്റ്സിന്റെ തൊഴിലില്ലായ്മ നിരക്ക് 20% 21 ആയപ്പോൾ അത് 34%. ഉന്നത ബിരുദധാരികളിൽ 2012 അത് 18%. 21 ആയപ്പോൾ അത് 37%. ബിരുദധാരികളുടെ തൊഴിലില്ലായ്മ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ പുതിയ ജോലികൾ ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക വിദഗ്ധന്മാർ പറയും ഇത് ജോബ്ലെസ് ഗ്രോത്ത് ആണ് എന്ന്. എന്നാൽ ലഭ്യമാകുന്ന ജോലികൾക്ക് വേണ്ട നൈപുണ്യം കുട്ടികൾക്ക് തീരെയില്ല. ഇന്ത്യയിൽ ഓരോ വർഷവും 15 ലക്ഷം എഞ്ചിനീയർമാരാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ 80% എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് ചേർന്നവരല്ല. അപ്പോൾ ഇവിടെ മിക്കവാറും ഉള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ അനുഭവം ഏറെക്കുറെ ഇത് തന്നെയാണ്. അവർക്കാർക്കും അവർ പഠിച്ച രംഗത്ത് മേഖലയിൽ ജോലി കിട്ടാൻ ഉള്ള കഴിവ് അവർക്കില്ല. അതിനുള്ള നൈപുണ്യമില്ല, സോഫ്റ്റ് സ്കിൽസ് ഇല്ല, അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് ഇല്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് $3.7 ട്രില്യൺ. ഇവിടെ 15 ലക്ഷം എഞ്ചിനീയർമാർ സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് $16 ട്രില്യൺ. അവിടെ ഓരോ വർഷവും 1 ലക്ഷം എഞ്ചിനീയർമാർ മാത്രമേ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. അഞ്ചാമതൊരു കാരണമുണ്ട്. വിദേശത്ത് ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഫ്രാൻസ് പുതിയ ഒരു നിയമം കൊണ്ടുവന്നു. വിദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് അവരുടെ പഠനം കഴിഞ്ഞാൽ വർക്ക് വിസ നീട്ടിക്കിട്ടും. അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട് എല്ലാം ഇതുപോലെ വർക്ക് വിസ നീട്ടിയിട്ടുണ്ട്. ജർമ്മനിയിൽ 18 മാസം വരെ പഠനശേഷം നിൽക്കാൻ സാധിക്കും. അപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുതലാണ്. ഒരുപക്ഷെ നല്ല ജോലികൾ ആകണമെന്നില്ല, പക്ഷെ ജോലി കിട്ടും. ചിലപ്പോൾ കെയർ ഹോമിലായിരിക്കും ജോലി കിട്ടുക. പക്ഷെ അതൊക്കെ ചെയ്യാൻ നമ്മുടെ കുട്ടികൾ സന്നദ്ധരാണ്. ഇവിടെ അതുപോലും കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ജോലിയും കിട്ടും, അവിടെ നിന്നാൽ പെർമനന്റ് റെസിഡൻറ്റും ആവും എന്ന നിലയാണ് അവർക്ക് ഉണ്ടാകുന്നത്, അല്ലേ? പിന്നെ അതാണ് അടുത്ത പോയിന്റ്. 6ാമത്തെ കാര്യം, പല രാജ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്നു. അവരുടെ താൽക്കാലിക താമസം സ്ഥിരമാക്കാൻ അവർക്ക് കഴിയും, പെർമനന്റ് ആക്കാൻ കഴിയും. അതൊരു വലിയ ആകർഷണം തന്നെയാണ്. 7, വിദേശത്ത് പഠിക്കാൻ സ്കോളർഷിപ്പും ലോണും കിട്ടാൻ ഇന്ന് ഒരു പ്രയാസവുമില്ല. 9, ഇന്ത്യയിലെ മുന്തിയ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കുന്നത് വളരെ വളരെ പ്രയാസം പിടിച്ചൊരു കാര്യമാണ്. 2022 18.5 ലക്ഷം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. ലഭ്യമായ സീറ്റുകളിൽ നോക്കുക. മെഡിസിന് 91,927, BDSന് 27,698, ആയുർവേദത്തിന് 50,720. അപ്പോൾ ഈ പ്രവേശന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടുന്നവർക്ക് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങൾ അന്വേഷിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഇത്രയും വലിയ പരീക്ഷ, ഇത്രയും കുട്ടികൾ പരീക്ഷ എഴുതുന്നു, ഇവർക്കെല്ലാം കോച്ചിങ് വേണം എന്ന സ്ഥിതി വരുമ്പോഴാണ് ഈ കോച്ചിങ് സെൻ്ററുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെ കേന്ദ്രമായ രാജസ്ഥാനിലെ കോട്ടയിൽ ആത്മഹത്യ പെരുകുന്നതായി പത്രവാർത്തയുണ്ടായിരുന്നു. കാരണം ഇത് തന്നെയാണ്. ഇനി 9, വിദേശത്ത് താമസിക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കുട്ടികൾക്ക് കഴിയും. അവിടെ അവരെ നിയന്ത്രിക്കാൻ അച്ഛനമ്മമാരും ആരുമില്ല, അല്ലേ? അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം ഒരു മായാമോഹിനിയാണ്.
ഇത് ഇനി ഇന്ത്യയിലേക്ക് വരുന്ന കുട്ടികൾ എത്രയുണ്ടെന്ന് നോക്കാം. വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണ്ടേ. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കുമ്പോൾ 2014 40,293 പേരാണ് വന്നത്. 2021 ആയപ്പോഴേക്കും അത് 48,035 വർദ്ധിച്ചു. അതായത് കേവലം ഒരു 13% വർധനവ് ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയിലൊക്കെ ഇത്രയും വലിയ IIMസും IITകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നമുക്ക് ഇത്രയും പേരെ നമുക്ക് ഇന്ത്യയിൽ ആകർഷിക്കാൻ കഴിയുന്നുള്ളൂ. കേരളത്തിൽ എത്ര പേര് വരുന്നുണ്ടെന്നുള്ളത് എനിക്കൊരു നിശ്ചയവും ഇല്ല. എന്തായാലും വല്ല 5-10 പേരൊക്കെ വന്നിട്ടുണ്ടാവും. അതും മെഡിക്കൽ കോളേജിലെ വല്ലതും ആയിരിക്കും. അല്ലാതെ എനിക്ക് എൻ്റെ കയ്യിൽ കണക്ക് ലഭ്യമല്ല. 2003 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് ഞങ്ങൾ ഒരു ആഗോള നിക്ഷേപക സമ്മേളനം നടത്തിയത്. ജിം, ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ്. ഞാനായിരുന്നു എൻ്റെ മുഖ്യ സംഘാടകൻ. ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പല ആൾക്കാരെയും വിദേശത്തു നിന്ന് ഇവിടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഇവിടെ തുടങ്ങാൻ വേണ്ടി ആലോചിച്ചു. നമ്മൾ മൂന്നാറിൽ അതിനുള്ള സ്ഥലവും കണ്ടെത്തി. അപ്പോഴേക്കും ഇവിടെ കോലാഹലമായിരുന്നു. എന്തൊരു കോലാഹലമായിരുന്നു. ഡേറ്റ അവർ മോഷ്ടിച്ചു കൊണ്ടുപോകും, ഇനി CA ആയിരിക്കും കേരളം ഭരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അന്ന് സമരം നടത്തി. അന്ന് സമരം നടത്തിയ ആൾക്കാരാണ്, അതിൻ്റെ സമരത്തിൻ്റെ മുൻനിരക്കാരാണ് ഇന്ന് വിദേശ സർവകലാശാലകൾക്ക് ചുവന്ന പരവതാനി വിരിക്കുന്നത് എന്നുള്ളത് കാലത്തിൻ്റെ ഒരു വൈരുദ്ധ്യം എന്നല്ലാതെ എന്തു പറയാൻ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Bhavika, a student enrichment program.